നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടകൽ. ഇന്ന് ഡിസംബർ 27 വെള്ളി 2024. വാർത്തകളിലേക്ക്. മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 9:51 മരണം സ്ഥിരീകരിച്ചു. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിയാണ് ഓർമ്മയാകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രി എന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കലിലൂടെ ശ്രദ്ധേയനായി. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം. 1948 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. തുടർന്ന് 1957 ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1-ാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നെഫിൽഡ് കോളേജിൽ നിന്ന് 1960 സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil പൂർത്തിയാക്കി. ഫീസ് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്ന് ഒരു വർഷത്തെ കോളേജ് പഠനം മുടങ്ങിയ അമൃത്സറിലെ ഗലിബറി വാലിയിലെ സാധാരണ വിദ്യാർത്ഥി പ്രധാനമന്ത്രി വസതിയായ റേസ് ഹോഴ്സ് റോഡിലെ 7-ാം നമ്പർ വീട്ടിലേക്ക് എത്തിയത് കണ്ണാത്തതിൻ്റെ വിയർപ്പ് രുചിച്ചാണ്. ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതായി വിശേഷിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹ റാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭ പ്രതിപക്ഷ നേതാവായും UGC അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1987 രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഭാര്യ ഗുർചരൺ കൗർ, മക്കൾ ഉപീന്ദർ സിംഗ്, ദമൻ സിംഗ്, അമൃത് സിംഗ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെയും ക്ഷേമ പദ്ധതികളിലൂടെയും രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച നേതാവായിരുന്നു മൻമോഹൻ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഉപദേഷ്ടാവിനെയും വഴികാട്ടിയും തനിക്ക് നഷ്ടപ്പെട്ടെന്നും അപാരമായ വിവേകത്തോടെ രാജ്യത്ത് നയിച്ച നേതാവാണ് മൻമോഹൻ സിംഗ് എന്നും അദ്ദേഹത്തിന്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തുള്ള ധാരണയും രാജ്യത്തെ പ്രചോദിപ്പിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എതിരാളികളുടെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും രാഷ്ട്രത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചുനിന്ന നേതാവാണ് മൻമോഹൻ സിംഗ് എന്ന് പ്രിയങ്ക ഗാന്ധി MP പ്രതികരിച്ചു. മൻമോഹൻ സിംഗ് 1990 അവതരിപ്പിച്ച രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കിയ ബജറ്റ് ഒരു നാഴികക്കല്ലാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു. തന്റെ ഭരണകാലത്തോളം പാവപ്പെട്ടവരോട് അദ്ദേഹത്തിന് വലിയ സഹാനുഭൂതി ഉണ്ടായിരുന്നുവെന്നും സർക്കാരിന്റെ നയങ്ങൾ പാവങ്ങൾക്ക് അനുകൂലമായിരിക്കണമെന്നും ഓർമ്മിച്ചുവെന്നും മുൻ ധനമന്ത്രി P. ചിദംബരം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗെന്നും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണഘടനയുള്ള കൂറ് അദ്ദേഹം എക്കാലവും കാത്തുസൂക്ഷിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സൂത്രധാരനായ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മാറ്റിയെഴുതിയ രാജ്യം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളുമായ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വ്യത്യസ്തനായ നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം സംസ്കാരം ശനിയാഴ്ചയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെയാകും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം. മലയാള സാഹിത്യത്തിന്റെ കുലപതി MD വാസുദേവനാർക്ക് യാത്രാമൊഴിയേകി സാംസ്കാരിക കേരളവും. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ആരാധകരും സ്നേഹിതരും അടക്കം ആയിരങ്ങൾ MDക്ക് അന്ത്യയാത്രാമൊഴിയേകി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ അന്ത്യാഞ്ജലികൾക്ക് ശേഷം സംസ്ഥാനത്തിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി അർപ്പിച്ച് പോലീസ് സേന അദ്ദേഹത്തിന് വിട നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടക്കാവിലെ വീട്ടിലെത്തി MDക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിൽ എത്തിച്ച പ്രതിഭയാണ് MDയിലൂടെ വിവേകത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മലയാളികളുടെ മനസ്സുകളിൽ ഭാവനയും സാഹിത്യവും സമന്വയിപ്പിച്ച പ്രതിഭയാണ് MDയുടെ വിവേകത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്ന് മന്ത്രി OR കേളുവും മലയാളത്തിന്റെ അക്ഷര പുണ്യമായിരുന്ന MD എന്ന് മന്ത്രി MP രാജേഷും അനുസ്മരിച്ചു. MDക്ക് കോഴിക്കോട് നിത്യസ്മാരകം വേണമെന്ന MK രാഘവൻ MPയും തൃത്താത്തലയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു MD എന്ന് VT ബൽറാമും അനുസ്മരിച്ചു. മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് MD വാസുദേവനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് MDയിലൂടെ വേർപാടിലൂടെ നമ്മുടെ സാഹിത്യത്തിനും ചലച്ചിത്രമേഖലയ്ക്കും നഷ്ടമായിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് നികത്താൻ ആവാത്ത നഷ്ടമാണ് MDയുടെ വിവേകത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അനുസ്മരിച്ചു.
MD വാസുദേവനാരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മനുഷ്യവികാരങ്ങളുടെ ഗാഢമായ പരിവേഷണമായിരുന്നു MDയുടെ കൃതികളെന്നും MDയുടെ കൃതികൾ തലമുറകളെ രൂപപ്പെടുത്തുകയും ഇനിയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും മോദി എക്സിൽ കുറിച്ചു. സാഹിത്യത്തിലും സിനിമയിലും നികത്താനാവാത്ത ശൂന്യതയാണ് MD വാസുദേവനാരുടെ വിവേകത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വായനക്കാരത്തിനപ്പുറം വായനക്കാരെ സ്വന്തമാക്കിയ എഴുത്തുകാരനാണ് MD എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അനുസ്മരിച്ചു. മഴ തോർന്ന പോലെയുള്ള ഏകാന്തിയാണ് ഇപ്പോൾ തൻ്റെ മനസ്സിലെന്ന് നടൻ മോഹൻലാലും കോടിക്കണക്കിന് മനുഷ്യർക്ക് നാഥനില്ല എന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനും MD വാസുദേവനെ അനുസ്മരിപ്പിച്ചു. MDയുടെ നഷ്ടം എളുപ്പത്തിൽ നികത്താനാവില്ലെന്നും വേദനയുണ്ടെന്നും കഥാകൃത്ത് T പത്മനാഭൻ തന്നെ പോലെയല്ല MD എന്നും MDയുടെ ലോകം വിശാലമാണെന്നും ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താനാവില്ലെന്നും T പത്മനാഭൻ അനുസ്മരിച്ചു. മലയാളത്തെ സംബന്ധിച്ച് ഒരു കാലം നിശ്ചയമായെന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അനുസ്മരിച്ചു. പുനരധിവാസം വൈകുന്നേരം പ്രതിഷേധവുമായി വയനാട് കളക്ടറിലേക്ക് ദുരന്തബാധിത പ്രതിഷേധ പ്രകടനം നടത്തി. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ പട്ടികയിലുണ്ടായ വ്യാപക പിഴവുകൾ വിവാദമായിരിക്കെയാണ് ദുരന്തബാധിതർ പരസ്യ പ്രതിഷേധം നടത്തിയത്. അതേസമയം വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ കാലതാമസം കൂടാതെ നിർവഹിക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസറായ ഡോക്ടർ J.O. അരുണിന് അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. കോൺഗ്രസ് സംഘടനാ നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്കൊരുങ്ങി കോൺഗ്രസ്. ബലഗാമിൽ നടക്കുന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന റിപ്പോർട്ട്. 2024 മാത്രം 23 ആത്മഹത്യകൾ നടന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോടും DGPയോടും 2 ആഴ്ചയ്ക്കും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശവും നൽകി. കാലേക്കൂട്ടി നടത്തിയ തയ്യാറെടുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് പരാതിരഹിതമായ മണ്ഡല തീർത്ഥാടന കാലമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ മണ്ഡലപൂജ ക്രമീകരണങ്ങളും മകരവിളക്ക് ഒരുക്കങ്ങളും വിലയിരുത്താൻ ശബരിമല സന്നിധാനത്ത് സന്ദർശനത്തിലായിരുന്നു മന്ത്രി. ക്രിസ്മസ് ദിനത്തിലും തലേദിവസമായ കേരളത്തിലെ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ റെക്കോർഡ് മദ്യവിൽപ്പന. ക്രിസ്മസ് ദിനത്തിലെയും തലേദിവസത്തെ മദ്യവിൽപ്പനയുടെ കണക്കുകളുമാണ് ബിവറേജ് കോർപ്പറേഷൻ പുറത്തുവിട്ടത്. ഡിസംബർ 24-20 ദിവസങ്ങളിലായി 152.06 കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി 122.14 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ക്ഷേമ പെൻഷൻ തട്ടുമായി ബന്ധപ്പെട്ട റവന്യൂ സർവേ വകുപ്പിൽ 38 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇവർ അധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശയടക്കം തിരിച്ചടയ്ക്കണം. കർശനമായ വകുപ്പുതല അച്ചടക്ക നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കും. ജീവനക്കാരുടെ പേര്, കൈപ്പറ്റിയ തുക, തസ്തിക എന്നിവയടക്കം റവന്യൂ വകുപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നടിയുടെ പരാതിന്മേലാണ് കേസ് എടുത്തിരിക്കുന്നത്. തളങ്കര തെരുവത്ത് വിവാഹ വീട്ടിലെ പന്തൽ അഴിച്ചുമാരുന്നതിന്റെ യുവാവിന് ദാരുണാന്ത്യം. കർണാടക സ്വദേശിയായ പന്തൽ ജോലിക്കാരൻ പ്രമോദ് രാമണ്ണയാണ് മരിച്ചത്. പന്തലിന്റെ ഇരുമ്പ് തൂൺ അഴിച്ചുമാരുന്നതിനിടെ സമീപത്തെ വൈദ്യുത കമ്പിയിൽ അബദ്ധത്തിൽ തട്ടുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.